പരിശുദ്ധ പരിമള ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 122ാമത്തെ ഓർമ്മ പെരുന്നാൾ നമ്മുടെ ഇടവക നടത്തുകയാണ്. ഇടവക ഇത് നടത്തുമ്പോൾ ഇത് ഈ നാടിൻ്റെ ഒരു പെരുന്നാളായി മാറിയിരിക്കുകയാണ്. ഈ ഇടവകയെ സ്നേഹിക്കുകയും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും താല്പര്യത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഈ നാട് ഈ പെരുന്നാളിന്ന് ആഘോഷിക്കുകയാണ്. സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് പ്രദക്ഷിണം ഈ പാറക്കടവ് ജംഗ്ഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അല്പസമയം വചന പ്രഘോഷണം നടത്തുന്നതുകൊണ്ട് എല്ലാവരും റോഡിൽ നിന്ന് സൈഡിലേക്ക് മാറി ഈ പ്രഘോഷണത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം എല്ലാവരും അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പാറക്കടവ് ജംഗ്ഷനിലുള്ള എല്ലാ വ്യാപാര സുഹൃത്തുക്കളും അതുപോലെ തന്നെ എല്ലാവരും ഈ ഇടവകയെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ സമീപ ഇടവകളിൽ നിന്ന് ഒക്കെയും ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. വന്യ വൈദിക ശ്രേഷ്ഠർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിശുദ്ധ പെരുന്നാളിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ പെരുന്നാളിൽ കടന്നു വന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട എൽദോ കുര്യാക്കോസ് അച്ഛന് നമ്മുടെ പയ്യാവൂർ ഇടവകയുടെ മുൻ വികാരിയാണ്. ഇപ്പോൾ ഏറ്റുകൊടുക്ക സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയെ സേവനമനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് വചന പ്രഘോഷണത്തിനായിട്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ പെരുന്നാളിൽ സംബന്ധിക്കുകയും ഈ ദേശത്തിന് കാവലായി നിൽക്കുന്ന ഈ പരിശുദ്ധന്റെ മഹാപെരുന്നാളിലേക്ക് കടന്നു വന്നിരിക്കുകയും ചെയ്ത് ഈ ശബ്ദവിന്യാസത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് എന്നെ ശ്രമിക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പലപ്പോഴും ജീവിതത്തിൽ മറവുകളിലേക്ക് ഓർമ്മകളുടെ പാരാവാരങ്ങളിൽ നിന്ന് മറവുകളുടെ അകത്തട്ടിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇന്നലെ കണ്ടവരും പിരിഞ്ഞുപോയവരും കൂടെ ഉണ്ടായിരുന്നവരും കൂടെ ഉണ്ടാകുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തവരെയും ഒക്കെ പലപ്പോഴും നാം മറന്ന് വിസ്മൃതിയിൽ ആണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ എത്രയോ പ്രിയപ്പെട്ടവരായിരുന്ന്, നമുക്കൊക്കെ എത്രയോ വേണ്ടപ്പെട്ടവരായിരുന്ന് നമ്മിൽ നിന്ന് യാത്രയായി പോയവരെയും പലപ്പോഴും അവരുടെയൊക്കെ ഓർമ്മകളുടെ ദിവസങ്ങളിൽ മാത്രമാണ് നാം അനുസ്മരിക്കാറുള്ളത്. ഇങ്ങനെ വിസ്മൃതിയുടെ ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരു പരിശുദ്ധൻ, ഒരു മനുഷ്യൻ നമ്മെ പോലെയൊക്കെ ജീവിച്ച് ഈ മണ്ണിൽ, ഈ ഭാരത മണ്ണിൽ, കേരളത്തിൽ ജീവിച്ച് തന്റെ ജീവിതാവസാനം കൊണ്ട്, തന്റെ ജീവിതത്തിന്റെ പരിമളം കൊണ്ട് അനേകരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിച്ചു നിർത്തിയ ഒരു മഹാപരിശുദ്ധന്റെ പെരുന്നാളിലാണ് നാം ഇന്ന് വന്ന് സംബന്ധിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയെ സ്നേഹിച്ച, പ്രാർത്ഥനയെ ഇത്രമേൽ സ്നേഹിച്ച ഒരു പരിശുദ്ധൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. തന്റെ ജീവിതത്തിന്റെ വ്രതം മുഴുവൻ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാപരിശുദ്ധനായ ഒരു തിരുമേനി, തന്റെ ജീവിതകാലത്ത് തന്റെ ജീവിതത്തിൽ കൂടെ നിന്നവർക്ക് മുഴുവൻ പരിമളമായി വീശിക്കൊണ്ട് ആ പുണ്യപിതാവ് ജീവിച്ച് പോന്നിരുന്നു. വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലുമൊക്കെ ആ പിതാവ് നൽകിയതായ സംഭാവനകൾ ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി
തന്റെ ജീവിത വിശുദ്ധി കൊണ്ട് അനേകരെ ദൈവത്തെങ്കിലേക്ക് ആകർഷിച്ച ഒരു മഹാപരിശുദ്ധനായിരുന്നു പരിശുദ്ധ പരിമല കൊച്ചുതിരുമേനി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്ത് ഈ എത്രയധികം ആളുകൾ അദ്ദേഹം മുഖേന ക്രിസ്തുവിലേക്ക് ആകർഷിതരായോ അതിനേക്കാൾ 10 മടങ്ങും സഹസ്രമടങ്ങും അധികമായി ഇന്നും നിലയ്ക്കാത്ത കബറിടത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അനുസൃതമായ ഒഴുക്ക് ആ പരിശുദ്ധന്റെ മഹാവിശുദ്ധിയെ നമുക്ക് വിളിച്ചു കാണിച്ചു തരുന്നു. ഓരോ ഓർമ്മപ്പെരുന്നാളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് പരിശുദ്ധ പരിമല തിരുമേനിയുടേതായാലും പരിശുദ്ധ ദൈവമാതാവിൻ്റെതായാലും ഗീവർഗീസേതായുടേതായാലും മറ്റേത് പരിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ ആയാൽ പോലും ഓരോ ഓർമ്മപ്പെരുന്നാളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ പരിശുദ്ധൻ ഈ ലോകത്തെ പ്രകാരം ജീവിച്ചു എന്നതിന് പോലെ ആ പരിശുദ്ധന്റെ പാതയെ പിൻപറ്റി ആ പരിശുദ്ധന്റെ പാതാരവിന്ദങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് നടക്കുവാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓർമ്മപ്പെരുന്നാളും. എന്തുകൊണ്ടാണ് പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യത്തിന് വേദപുസ്തകത്തിൽ 2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ആമുഖത്തെ അവസാനിപ്പിക്കട്ടെ. വെളിപാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു. യാഗപീഠത്തിന്റെ അരികെ നിന്ന് സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കരേറി. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലേക്ക് കരേറി എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നു. എന്തുകൊണ്ട് പരിശുദ്ധന്മാരെ, അവരുടെ കബറിടങ്ങളെ, അവരുടെ അസ്ഥികളെ നാം ഇത്രമേൽ ബഹുമാനിക്കുന്നു, ഗിരിശേഷിപ്പുകളെ ഇത്രമേൽ ബഹുമാനിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവും വേദപുസ്തകം നമ്മോട് സംവേദിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 13-ാം അധ്യായം അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ മോവാബിയുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലര് മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശായുടെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു എന്നാണ് വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നത്. ഇത്രമേൽ ആർഭാടമായി, ഇത്രമേൽ അനുഗ്രഹപ്രദമായി പലപ്പോഴും നാം പെരുന്നാളുകളിൽ സംബന്ധിക്കുകയും വിശുദ്ധിയോടെയും നാം വിശ്വാസത്തോടെയും നാം പെരുന്നാളുകളിൽ സംബന്ധിക്കുകയും ചെയ്തിട്ട് നമ്മുടെ ഒരു ചോദ്യമുണ്ട്: എന്റെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെടുന്നില്ല എന്ന്. മുമ്പ് ഇതുപോലെ പെരുന്നാൾ അർപ്പിക്കുവാൻ പോയ, അല്ലെങ്കിൽ വഴിപാട് അർപ്പിക്കുവാൻ പോയ, പ്രാർത്ഥന കഴിക്കുവാൻ പോയ 2 സഹോദരന്മാരുടെ ചിത്രം നമുക്ക് സുപരിചിതമാണ്. കായേനും ഹാബേലും. അതിലൊരുവന്റെ ബലി ദൈവം തമ്പുരാൻ സ്വീകരിക്കുകയും മറ്റവന്റെ ബലിയെ നിരാകരിക്കുകയും ചെയ്തപ്പോൾ അവൻ വ്യതയോടും വ്യസനതയോടും ദൈവസന്നിധിയിൽ കോപിച്ചപ്പോൾ അവനോട് ഉത്തരമായി ദൈവം തമ്പുരാൻ ഇപ്രകാരമാണ് പറയുന്നത്: കായിനെ, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാവുകയില്ലയോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാവുകയില്ലയോ? നീ തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. നീ തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകണം, നീ അതിനെ കീഴടക്കണം. പാപത്തിന്റെ ആഗ്രഹം നീ തിന്മ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളിലേക്കാകുന്നു. നീ അതിനെ കീഴടക്കിയെങ്കിൽ മാത്രമേ നിനക്ക് ദൈവസന്നിധിയിൽ നീ അർപ്പിക്കുന്ന വഴിപാടുകൾക്കും നീ അർപ്പിക്കുന്ന സ്തോത്രയാഗങ്ങൾക്കും നീ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കുമൊക്കെ ഫലമുണ്ടാവുകയുള്ളൂ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം സംവേദിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് എവങ്കേലിയസ് സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വേദഭാഗമാണ്. ചിരപരിചിതമായ വേദഭാഗം. പലപ്പോഴും സൺഡേ സ്കൂളിന്റെ ആരംഭ കാലഘട്ടത്തിലും മുത്തശ്ശിമാരൊക്കെ കൊച്ചുമക്കൾക്ക് മടിയിലിരുത്തിയും പറഞ്ഞു കൊടുത്തിട്ടും പാടിക്കേട്ടിട്ടുമുള്ള കഥകളിൽ ഒന്ന്. ഈ കഥയെ നമ്മൾ സാധാരണയായി വിശേഷിപ്പിക്കുന്നത് മുടിയനായ പുത്രന്റെ ഉപമ എന്നാണ്. കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാണ് എന്ന് കരുതിക്കൊള്ളട്ടെ.
ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു അപ്പന് എത്ര മക്കളുണ്ടായിരുന്നു? 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ, ഈ കഥ നിങ്ങൾക്ക് അറിയുമോ എന്നറിയാൻ ചോദിക്കട്ടെ, ആരാണ് മുടിയനായ പുത്രൻ? ഇളയ പുത്രനായിരുന്നോ മൂത്ത പുത്രനായിരുന്നോ? ആരാ? കേൾക്കുന്നില്ല. ഇളയ പുത്രൻ. ആർക്കും സംശയമൊന്നുമില്ല അല്ലേ? കാരണം ഇളയ പുത്രൻ തന്റെ വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് വാങ്ങി അവന്റെ അപ്പനോട് അവന് വരേണ്ടുന്ന പങ്കിനെ മുഴുവൻ വാങ്ങിക്കൊണ്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി തന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റ് നശിപ്പിച്ച് ദുർനടപ്പുകാരനായി പന്നികളുടെ കൂട്ടത്തിൽ ജീവിച്ചു എന്ന് നാം വായിച്ചും പഠിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് അവൻ തിരിച്ചു വരുന്നൊരു വരവിനെ കുറിച്ചും നാം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇല്ലേ? അവൻ തിരികെ വന്നും അപ്പന്റെ സന്നിധിയിൽ അവൻ വന്ന്, അപ്പ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ കൊണ്ട് തന്റെ പിതാവിന്റെ പാതാരവിന്ദങ്ങളെ കഴുകിയ പുത്രന്റെ ചിത്രം നാം പലവരും കേട്ടിട്ടും നമുക്കിന്ന് മുടിയനായ പുത്രൻ ഇളയവൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ചില മുൻവിധികളുണ്ട്. നാം ഇങ്ങനെ ചിന്തിച്ചു വെക്കും, അവൻ ഇന്നിടത്തെ ഇന്നാരുടെ ഇന്ന മകനല്ലേ, അവൻ അത്രയുമേ വരികയുള്ളൂ, അല്ലെങ്കിൽ അവൻ ഇന്നയാളല്ലേ, അവൻ ഇതുപോലെ ആയിരിക്കും. ചില മുൻവിധികൾ കൊണ്ട്, ചില മുൻവിധികളുടെ പ്രീ ജഡ്ജ്മെന്റൽ മൈൻഡ് കൊണ്ട്, മെന്റാലിറ്റി കൊണ്ട് നാം പലപ്പോഴും പലരെയും ഒക്കെ ഇങ്ങനെ അളക്കാറുണ്ട്. നാം മാത്രമല്ല, വേദപുസ്തകത്തിൽ ഒരു ചരിത്രമുണ്ട്. ഹെരോദോസിന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു കയറിയ 3 വിദ്വാൻമാരുടെ കഥ. നക്ഷത്രം കണ്ട് അതുവരെ ബെത്ലഹേമിനെ നോക്കി യാത്രയാകിയ 3 വിദ്വാൻമാർ അവർ രാജാവിന്റെ കൊട്ടാരം കണ്ടപ്പോൾ അവർ ചിന്തിച്ചു, ഇവിടെയായിരിക്കും മനുഷ്യകുലത്തിന്റെ രക്ഷകനായ ലോകനാഥൻ പിറക്കുന്നത് എന്ന് കരുതി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അതുവരെ ദൈവം തമ്പുരാൻ കാണിച്ച നിയോഗങ്ങളുടെ വഴിവിളക്കിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ബുദ്ധി കൊണ്ട്, പ്രീ ജഡ്ജ്മെന്റൽ മൈൻഡ് കൊണ്ട് ഹെരോദോസിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അതിന്റെ പരിണിതഫലം ഇപ്രകാരമാണ് അവസാനിച്ചത്. 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാനായിട്ട് ഹെരോദാവ് ഉത്തരവിട്ടപ്പോൾ രാമയിൽ നിന്ന് വിലാപമുയർന്നു എന്ന് പറയുന്നു. മാതാവിന്റെ നെഞ്ചു ഞരമ്പുകളിൽ കിടന്നുറങ്ങിയ അമ്മിഞ്ഞപ്പാൽ നുകർന്നു കിടന്നുകൊണ്ടിരുന്ന പെഞ്ചു കുഞ്ഞുങ്ങളെ മാറിൽ നിന്ന് വലിച്ചെടുത്ത് വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ രക്തത്തോടൊപ്പം മുലപ്പാലും കലർന്ന് രാമയിൽ നിന്ന് വിലാപം എഴുതിയെന്ന് നാം വായിച്ചു കേൾക്കുന്നതാണ്. ഇപ്രകാരമാണ് നമ്മുടെ പ്രീ ജഡ്ജ്മെന്റൽ മൈൻഡുകളും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ പ്രാർത്ഥന കൃത്യമായി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾ ചെയ്യാറുണ്ട്, ദേവാലയത്തിലും അല്ലെങ്കിൽ സന്നിധിയിലും ഒക്കെ ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട് എന്നുള്ള ബോധ്യത്തിലും അല്ലെങ്കിൽ ദൈവത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള അഹന്തയിലുമൊക്കെ പലപ്പോഴും നാം മുൻപോട്ട് ജീവിക്കാറുണ്ട്. അങ്ങനെ ജീവിച്ച ഒരു പുത്രൻ കൂടി ഈ പിതാവിനുണ്ട്. പലപ്പോഴും നാം വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന 24-ാമത്തെ വാക്യം വരെ വായിച്ച് മുടിയനായ പുത്രന്റെ കഥ അവസാനിപ്പിക്കുമ്പോൾ നാം ആരും കാണാതിരിക്കുന്ന മറ്റൊരു പുത്രന്റെ ചിത്രം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ വായിക്കാം. 25-ാമത്തെ വാക്യം. ഇളയ മകൻ തിരികെ വരികയാണ്. തിരികെ വന്ന അപ്പനോട്, അപ്പ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നു. അപ്പൻ അവനെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൻ വലിയൊരു വിരുന്നൊരുക്കുവാൻ പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നതിന്റെ ഫലമായിട്ട്. അങ്ങനെ മൂത്ത മകൻ ആ സമയത്ത് വയലിലായിരുന്നു. നല്ല അനുസരണയുള്ള പുത്രനാണ് കേട്ടോ. അവൻ അപ്പന്റെ വയലിൽ അധ്വാനിക്കുവാനായിട്ട് പോയതായിരുന്നു. അവൻ അപ്പനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അപ്പന്റെ കൂടെയായിരുന്നു. അപ്പന്റെ വയലിൽ അധ്വാനിക്കുകയായിരുന്നു. നമ്മളും ഇപ്രകാരമാ, ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിലാണ്, അല്ലെങ്കിൽ നന്മ പ്രവൃത്തികളുടെ മാത്രം നടക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ചിന്താഗതികളാണ്. അങ്ങനെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ അവന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. അവന്റെ വീട്ടിൽ വലിയൊരു ആഘോഷം നടക്കുന്നത് അവൻ കാണുകയാണ്. അവൻ വയലിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള സംഗതികളൊന്നും അവിടെ ഇല്ല. ഉടനെ തന്നെ അവൻ എന്താ ചെയ്തെന്നറിയോ? ബാല്യക്കാരിൽ ഒരുവനെ വിളിച്ചിട്ട് ഇത് എന്ത് എന്ന് ചോദിച്ചു. അവൻ ബാല്യക്കാരിൽ ഒരുവനെ വിളിച്ചിട്ട് ഇത് എന്ത് എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, സ്വന്തം ഭവനത്തിലെ ആഘോഷം അവൻ ബാല്യക്കാരനോട് ചോദിക്കുകയാണ്. കയറി ചെല്ലുവാനായിട്ട് അധികാരമുള്ള സ്ഥലമാണ് അവന്റെ ഭവനം. അവന് കയറി ചെല്ലാം, എന്താണ് സംഭവിച്ചത് എന്ന്, അല്ലെങ്കിൽ എന്താണ് എന്റെ വീട്ടിൽ ഇത്ര വലിയ വിശേഷമെന്ന്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അവൻ ഓടിച്ചെന്ന് നോക്കുവാൻ അധികാരമുണ്ട്. പക്ഷെ അവന് രഹസ്യത്തിൽ കാര്യങ്ങൾ അറിയണം. രഹസ്യത്തിൽ
കാര്യങ്ങൾ അറിയുവാൻ വ്യഗ്രതയുള്ളവന്റെ പ്രതിനിധിയായിരുന്നു ഈ മൂത്തപുത്രൻ. അവൻ ബാല്യക്കാരിൽ ഒരുവരെ വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാടുകളിൽ മറ്റൊരുവന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എന്റെ ഇടവകയിലോ എന്റെ ദേശത്തിലോ ഒക്കെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ നേരിട്ട് ചെന്ന് ഞാൻ ആശ്വസിപ്പിക്കുന്നതിന് പകരം രഹസ്യത്തിൽ എന്താണ് കാര്യമെന്നറിയുവാനായിട്ട് വ്യഗ്രത കാണിക്കുന്നുണ്ട് എങ്കിൽ ഈ മൂത്തപുത്രൻ എന്റെയും നിങ്ങളുടെയും പ്രതിനിധിയാണ്. പലപ്പോഴും ചോദിക്കും, ഇത് നീ അറിഞ്ഞോ? അപ്പം അവര് പറയും, ഇല്ല. എന്താ? ഇന്നടത്ത് ഇന്ന കാര്യം നീ അറിഞ്ഞോ? ഇതിന് രണ്ടുദ്ദേശമാണ്. അവൾ അറിഞ്ഞില്ലെങ്കിൽ അവളെ ഒന്ന് അറിയിക്കണം. എന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലും അവൾ അറിഞ്ഞാൽ അവളിൽ നിന്ന് എനിക്ക് അതുകൂടി അറിയണം. രഹസ്യത്തിൽ കാര്യങ്ങൾ അറിയുവാനായിട്ടുള്ള വ്യഗ്രത. ഇപ്രകാരം ഒരു വ്യഗ്രതയുണ്ട് എങ്കിൽ ഈ മൂത്തപുത്രൻ നമ്മുടെയും പ്രതിനിധിയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇന്നതാണ് കാര്യമെന്ന് ബാല്യക്കാരൻ പറയുകയാണ്. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് ഒരു തടിച്ച കാളക്കുട്ടിയെ അറത്തു എന്ന് പറഞ്ഞു. അവനോട് കോപിക്കുകയാണ്. ഓർത്തുകൊള്ളണം, ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവനെ മാറോട് അണയ്ക്കുകയും അവന് വേണ്ടി വിരുന്ന് കഴിക്കുകയും ചെയ്യുകയാണ്. അതേസമയം മൂത്ത മകൻ തന്റെ അനുജൻ തിരിച്ചു വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടക്കാതെ പുറത്ത് നിൽക്കുകയാണ്. സഹോദരന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവനാണ്, അല്ലെങ്കിൽ സഹോദരന്റെ തിരിച്ചുവരവിൽ വ്യസനിക്കുന്നവനാണ് മൂത്തപുത്രൻ. സഹോദരന്റെ തിരിച്ചുവരവിൽ വ്യസനിക്കുന്നവനാണ് മൂത്തപുത്രൻ. അവൻ തന്റെ അനുജന്റെ വരവിൽ കോപിക്കുകയാണ്. സഹോദരന്റെ വീഴ്ചയിൽ അവന് സന്തോഷമായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെ സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനായിരിക്കാം, എന്റെ അപ്പനോ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ സ്നേഹിതനോ ചാർച്ചക്കാരനോ ആരുമായിരിക്കാം. ഒരു കാലത്ത് എനിക്ക് ആരൊക്കെയോ ആയിരുന്നവൻ എനിക്ക് വ്യസനങ്ങളും വ്യതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകി എന്റെ ജീവിതത്തിൽ നകന്ന് മുന്നോട്ട് പോയപ്പോൾ അവനൊരു വീഴ്ച വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് തന്നെ വേണം എന്ന് പലപ്പോഴെങ്കിലും മനസ്സിന്റെ ഉള്ളിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നാമും മൂത്തപുത്രന് തുല്യനാണ്. എന്റെ അനുജന്റെ ഉയർച്ചയിൽ, എന്റെ അനുജന്റെ തിരിച്ചുവരവിൽ ഞാൻ കോപിക്കുന്നുവെങ്കിൽ മൂത്തപുത്രനെ ചിത്രീകരിക്കുന്ന ഒരു ഉപമ തന്നെയാണ്. നിങ്ങളുടെ നാട്ടില് ഒരപ്പനും 3 മക്കളുണ്ടായിരുന്നു. അമ്മ നേരത്തെ മരിച്ചുപോയി. ഈ മൂത്ത ജ്യേഷ്ഠനാണ് ഈ അനുജനെയും അനുജത്തെയും ഒക്കെ പഠിപ്പിച്ച് വളർത്തിയത്. അപ്പനും വയ്യായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പനും മരിച്ചുപോയി. ഈ ചേട്ടനായിരുന്നു ഈ അനുജനെയും അനുജത്തെയും സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അനുജന്റെ കാലിൽ ഒരു കല്ല് തട്ടിയാൽ ചേട്ടന്റെ ഹൃദയം പൊടിയുമായിരുന്നു. അനുജത്തിയോട് ആരെങ്കിലും ഒന്ന് കയർത്ത് സംസാരിച്ചാൽ അവന്റെ ശരീരം മുഴുവൻ കോപം കൊണ്ട് നിറഞ്ഞ് അവൻ തന്റെ അനുജത്തിക്ക് കാവലാളായി നിൽക്കുമായിരുന്നു. അനുജനെയും അനുജത്തെയും തോളത്തിരുത്തി പുഴ കടത്തി സ്കൂളിൽ കൊണ്ടുവിട്ട് ചേട്ടൻ പണിക്ക് പോകും. പഠിക്കുവാൻ മിടുക്കനല്ലാതിരുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് തന്റെ കുടുംബത്തിൽ തന്റെ അനുജനെയും അനുജത്തെയും സംരക്ഷിക്കുവാനായിട്ട്, വയ്യാതിരിക്കുന്ന പിതാവിനെ സംരക്ഷിക്കുവാനായിട്ട് തന്റെ പഠിത്തത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ മകൻ എന്ത് ചെയ്യുകയാണ്? പണിക്കിറങ്ങുകയാണ്. അങ്ങനെ പണിക്കിറങ്ങി ഈ മകൻ അനുജനെയും അനുജത്തെയും പഠിപ്പിച്ചു. അനുജൻ അങ്ങനെ വിവാഹമൊക്കെ കഴിച്ചു. ചേട്ടനും അനുജനും അനുജത്തെയും ഒക്കെ വിവാഹം കഴിച്ചു. ഇവരെല്ലാവരും ഓരോരുത്തരും ഓരോ വഴിക്കായി. അനുജൻ ഗൾഫിലൊന്ന് പോയി, അങ്ങനെ തിരിച്ചു വന്ന് അല്പം സമ്പാദ്യമൊക്കെയായി വേറെ വീടൊക്കെ വെച്ച് അങ്ങനെ ചട്ടിയെങ്കിലും തട്ടിയും മുട്ടിയും ഒക്കെ നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ 2 ഫാമിലികളും തമ്മിൽ ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നു. അങ്ങനെ അനുജൻ തിരിച്ചു വന്നപ്പോൾ ചേട്ടനെ ഗൗനിച്ചതിന്റെ കുറവ് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചേട്ടനെ പുച്ഛിച്ചു അല്ലെങ്കിൽ തിരസ്കരിച്ചു എന്നുള്ള തോന്നലുകൾ കൊണ്ട് അനുജനും ചേട്ടനും തമ്മിൽ ഒന്ന് തെറ്റി. വർഷങ്ങൾ പലവുരി കഴിഞ്ഞു. അവർ ഒന്ന് മിണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്ന 10 സെന്റിൽ 1 സെന്റ് അധികം കൊടുത്തു എന്ന് പറഞ്ഞ് പെങ്ങളോട് തുടങ്ങിയ പിണക്കം കാലമിത്രയും കഴിഞ്ഞിട്ടും മറന്നില്ല. പ്രിയമുള്ളവരെ, എവിടെയായിരുന്നു സത്യത്തിൽ ഞാൻ എന്റെ സഹോദരനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത്? പ്രയാസ
പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുണ്ട് എങ്കിൽ അവനത് തന്നെ വേണമെന്ന് പലപ്പോഴും നാം നമ്മുടെ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ സഹോദരനായിരിക്കാം, ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, ഒരു കാലത്ത് സ്നേഹിച്ചവനെ, ഒരു കാലത്ത് സത്യത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞവനെ എപ്രകാരമാണ് ഇങ്ങനെ വെറുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? അങ്ങനെ അനുജന്റെ തിരിച്ചുവരവിൽ കോപിക്കുന്നുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും മൂത്തപുത്രന്റെ പാതയിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ അപ്പൻ താഴേക്ക് ഇറങ്ങി വന്നവനോട് പറയുകയാ, എന്റെ മകനെ നീ അകത്തേക്ക് വാ. അപ്പൻ പുറത്തേക്ക് വന്ന് അവനോട് അപേക്ഷിച്ചു എന്നാ പറയുന്നത്. അവൻ കോപിച്ചകത്ത് കിടക്കുവാൻ മനസ്സില്ലാതെ നിൽക്കുകയാണ്. കോപാന്തതയുടെയും ക്രോധാവേശത്തിന്റെയും മൂർധന്യാവസ്ഥയിൽ പിതൃസ്നേഹത്തെ അവൻ മറന്നു കളയുകയാണ്. പല ഭവനങ്ങളിലും ഇന്ന് സംഭവിക്കുന്നില്ലേ? അപ്പന്റെ വാത്സല്യത്തെ തിരിച്ചറിയാതെ, അപ്പന്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ എത്ര മക്കളും കൊച്ചുമക്കളുമാ ഒരു ജീവിതത്തിന്റെ ആയുഷ്കാലം മുഴുവൻ ചക്കിലിട്ട മുന്തിരിയിലാട്ടിയതുപോലെ തന്റെ ജീവിതത്തിന്റെ ഓരോ അണുവിടെയും തന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചുപോയ അല്ലെങ്കിൽ ജീവിച്ച് തീർത്ത അപ്പനെയും അമ്മയെയും ഇന്ന് തിരിച്ചറിയാതെ കോപാന്തത്തിന്റെയും ക്രോധാവേശത്തിന്റെയും മൂർധന്യാവസ്ഥയിൽ അവരോട് കോപിച്ച് പിണങ്ങി നിൽക്കുന്ന മക്കളുടെ ചിത്രം നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. പ്രിയമുള്ളവരെ, കണക്കുകൾ ഭയപ്പെടുത്തുന്നതാ. കേരളത്തിൽ അനാഥാലയങ്ങളെക്കാൾ അധികമായി വൃദ്ധമന്ദിരങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ചിത്രം നാം ഒക്കെ വായിച്ചും കേട്ടും അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, പിതാവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാത്ത പുത്രന്റെ സ്ഥാനത്താണോ നാം നിൽക്കുന്നത്? ചോദിക്കണം നമ്മോട് തന്നെ. എങ്കിൽ ദൂർത്തപുത്രന്റെ ജ്യേഷ്ഠനെന്ന് നാം പറയുന്നത് പോലെ ഈ മൂത്തപുത്രൻ നമ്മുടെയൊക്കെ പ്രതിനിധിയാണ്. അങ്ങനെ ഈ മൂത്തപുത്രൻ അപ്പനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. കേട്ടോ. ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല. കേട്ടോണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇളയ പുത്രനാണ് ധൂർത്തപുത്രൻ എന്ന്. മൂത്തപുത്രൻ അപ്പന്റെ കൂടെയായിരുന്നു എന്നുള്ള ചിന്തയിലാണ് നാം. ആയിരുന്നില്ലേ? അവൻ അപ്പനോട്, അപ്പൻ വന്ന് അവനെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിക്കുമ്പോൾ അപ്പനോട് കോപിച്ചുകൊണ്ട് അപ്പനോട് പറയുകയാണ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. കണക്ക് പറഞ്ഞു തുടങ്ങുകയാണ്, സ്വയം നീതീകരിക്കുകയാണ്. സെൽഫ് ജസ്റ്റിഫിക്കേഷന്റെ മകുടോദാഹരണമായിട്ട് അവൻ നിൽക്കുകയാണ്. ഞാൻ ഇന്നതൊക്കെ ചെയ്തു. ഇല്ലേ? ഭവനത്തിൽ പറയാറില്ലേ, നിനക്കിവിടെ എന്താ പണി, അടുക്കളയിലൊന്നും ഇരുന്നാ പോരെ? എന്നെ കേൾക്കുന്ന പിതാക്കന്മാരൊക്കെ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ പറയും, ഞാൻ രാവിലെ പോകണം, എഴുന്നേൽക്കണം, അധ്വാനിക്കണം, കൊണ്ടുവരണം, നിങ്ങളെ നോക്കണം, കുടുംബം നോക്കണം, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് ഇങ്ങനെ നീട്ടി എന്ന് പറയും. നേരെ മറിച്ച് ഇപ്പറ പറയാൻ തുടങ്ങും, വന്നു കയറിയപ്പെട്ടുള്ള കഷ്ടപ്പാടും